വെൽക്കം ടു പ്രെപ്സ്കേപ്പ്. എല്ലാവരും കാത്തിരുന്ന ഫിസിക്കൽ സയൻസിൻ്റെതുൾപ്പെടെയുള്ള HST നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ നമുക്കറിയാം HST ഫിസിക്കൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് കിടക്കാം. ഫിസിക്കൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ആദ്യമായി മനസ്സിലാക്കുന്നു. ഈ ഫിസിക്കൽ സയൻസിന്റെ കാറ്റഗറി നമ്പർ 605/2024 എന്ന് പറഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഗസറ്റ് നമ്പർ 605 അല്ലെ. വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് മലയാളം മാധ്യമം. ശമ്പള സ്കെയിൽ 41,300 മുതൽ 87,000 വരെ. പിന്നെ ജില്ലാടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതും നമ്മൾ നോട്ടിഫിക്കേഷനിൽ എന്ത് ചെയ്തു കണ്ടു. ഇനി എങ്ങനെയാണ് ഒഴിവുകളുടെ രീതി, അല്ലെങ്കിൽ ഒഴിവുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ ജില്ലകളിലും പ്രതീക്ഷിത ഒഴിവുകളായിട്ടാണ്, അതായത് നിലവിലുള്ള ഒഴിവുകളൊന്നും കാണിച്ചിട്ടില്ല, നിലവിൽ ഒഴിവുകളില്ല, പ്രതീക്ഷിത ഒഴിവുകളായിട്ടാണ് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം, ഇത് നേരിട്ടുള്ള നിയമനമാണ് എന്ന് നമുക്കറിയാം. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18-40 ആണ്. ആസ് യൂഷ്വൽ നമുക്കറിയാം HST ടീച്ചറാണ്, അപ്പൊ അത് 18-40 ആണ്. ഇനി ബാക്കിയുള്ള പട്ടികജാതി, പട്ടികവർഗ, OBC വിഭാഗക്കാർക്കൊക്കെ എന്തുണ്ട്, നിയമാനുസൃതമായിട്ടുള്ള നമുക്കറിയാം ഈ ഇളവുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ പറയാം. ഇനി 18-40 എന്ന് പറഞ്ഞു. യോഗ്യത, ഇതിലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ കുറച്ച് കാര്യങ്ങൾ കിടക്കുന്നത്. കാരണം ഈ ഫിസിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ട് ഉപവിഷയങ്ങളിലൊക്കെയുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. അപ്പൊ എന്താണ് PSC ഇതിന് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ സർവകലാശാലകൾ നൽകിയിട്ടുള്ളതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ബിരുദവും ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയുള്ള BEd, BT ബിരുദവും, BEd അല്ലെങ്കിൽ BT ബിരുദവും ഉണ്ടായിരിക്കണം. അതായത് ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം ഫിസിക്കൽ സയൻസ് ആണ്, ഫിസിക്സോ കെമിസ്ട്രിയോ അങ്ങനത്തെ വിഷയങ്ങളിലുള്ള ബിരുദവും അതുപോലെ BEdുമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കേട്ടറ്റ് കാറ്റഗറി 3 പാസ്സായിരിക്കണം. നമുക്കറിയാം അതൊക്കെ നമ്മൾ കാലങ്ങളായി കാണുന്ന യോഗ്യത തന്നെയാണ്. അപ്പൊ കേട്ടറ്റ് 3യും ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഡിഗ്രിയും അതുപോലെ തന്നെ BEdും. ഇനി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ സർവകലാശാല നൽകിയിട്ടുള്ളതോ അംഗീകരിച്ചിട്ടുള്ളതോ ആയ ബിരുദവും ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയുള്ള BEd, BT ബിരുദവും എന്ത് ചെയ്തിരിക്കണം, ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ കേട്ടറ്റിന്റെ കാര്യം നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി നമ്മൾ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ആ കാര്യത്തിലേക്കൊക്കെയാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ എക്സംഷൻ കാര്യങ്ങൾ കൂടി അവിടെ പറയുന്നുണ്ട്. ടെറ്റിന്റെ അല്ലെ, അതിന്റെ കാര്യത്തില് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ CTET, NET, SET, MPhil, PhD ഏതെങ്കിലും വിഷയത്തിൽ MEd യോഗ്യത നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ടെറ്റ് യോഗ്യത നേടിയിരിക്കണം എന്ന വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കേട്ടറ്റ് 3 ഇല്ലെങ്കിലും നെറ്റോ, സെറ്റോ, MPhilോ, PhDയോ അതുപോലെ തന്നെ എന്തെങ്കിലും യോഗ്യതയുണ്ടെങ്കിൽ അതുണ്ടായാലും മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ CTET യോഗ്യത കേട്ടറ്റ് കാറ്റഗറി 3ക്ക് പകരമായി പരിഗണിക്കുന്നതല്ല എന്നുകൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതേ സ്ഥലത്ത് തന്നെ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുന്നു. ഇനി ഈ തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം സുപ്രീം കോടതി കേസിന്റെ കാര്യം നമ്മുടെ മൈൻഡിലുണ്ട്. ആ ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ മുന്നിൽ ഈ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴുള്ള ചോദ്യം തന്നെ അതായിരുന്നു, കേസുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്ന്. PSC വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, ആ കേസ് നമ്പർ തന്നിട്ടുണ്ട്, എന്നിവയിലുള്ള സുപ്രീം കോടതിയുടെ അന്തിമ വിധിന്യായത്തിന് വിധേയമായിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ വിധിന്യായം എന്തായിരിക്കുമോ അതിനനുസരിച്ചായിരിക്കും എന്ത് വരുന്നത്, ഇതിലെ അന്തിമ തീർപ്പ് വരുന്നത്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. സുപ്രീം കോടതി വിധി അനുകൂലമായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്ന സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയുന്നത്. ഇനി അടുത്ത കാര്യം ശ്രദ്ധിച്ചോളണം. ഈ സബ്സിഡറിയിൽ ചെറിയൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പണ്ടത്തെ, അതായത് കുറച്ച് കാലഘട്ടം മുമ്പുള്ള ആ ഒരു സമയത്താണ് ഡിഗ്രി നേടിയതെങ്കിൽ സബ്സിഡറിയിൽ അവരെ ഒഴിവാക്കുന്ന ആ ഒരു കാര്യം ഉണ്ടായിരുന്നു. എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി മുഖ്യ വിഷയമായും അതോടൊപ്പം കെമിസ്ട്രി, ഫിസിക്സ് സബ്സിഡറിയായും പഠിച്ച് ബിരുദം നേടിയിരിക്കണം. എന്നിട്ട് പറയുകയാണ് 6/6/2019 വരെ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിൽ ഏതെങ്കിലും മുഖ്യ വിഷയമായോ ഉപവിഷയമായോ പഠിച്ച് ബിരുദം നേടിയവരെയും 6/6/2019 ഇതേ രീതിയിൽ പ്രസ്തുത കോഴ്സ് പഠിച്ചു വരുന്നവരെയും
മേൽ വ്യവസ്ഥയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക. അതായത് 6/6/2019 ഈ പറയുന്നത് സബ്സിഡറി ആയി പഠിച്ച് ഡിഗ്രി എടുത്തവരോ അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ ആണെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ നിന്നും നിങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് എന്നുകൂടി കൃത്യമായിട്ട് പറയുന്നു. അപ്പൊ നോട്ടിഫിക്കേഷനിൽ ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്തോളണം, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി ഫിസിക്സും കെമിസ്ട്രിയും സബ്സിഡറി ആയിട്ടുള്ള ജിയോളജി മെയിൻ ആയിട്ട് ബിരുദവും ബി.എഡ് ഫിസിക്കൽ സയൻസ് യോഗ്യതയും ടി തസ്തികയ്ക്ക് തുല്യമായി പരിഗണിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ജിയോളജി മെയിൻ ആയിട്ട് എടുത്തുകൊണ്ട് ബി.എഡ് ഫിസിക്കൽ സയൻസിലാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, അപേക്ഷിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. ഗവൺമെന്റിന്റെ ഉത്തരവ് നമ്പറാണ് പിന്നീട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടെ കാണിക്കുന്ന ഈ എക്സംഷനും കുറിപ്പുകളിലും ഒക്കെയുള്ള കാര്യം. അപ്പൊ സുപ്രീം കോടതി വിധിന്യായത്തിന്റെ കാര്യം കൂടി ഈ അവസരത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിക്കുക. ഓക്കെ, ഇനി അടുത്ത കാര്യത്തിലേക്ക് പറയുകയാണ്. ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയിട്ടുള്ള എംഫിൽ യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളതോ കേരളത്തിലെ ഒരു അംഗീകൃത സർവകലാശാല തത്തുല്യമായി അംഗീകരിച്ചതോ ആയിരിക്കണം. സ്വാഭാവിക രീതിയിലുള്ള കാര്യമാണ്, നമുക്ക് അറിവുണ്ട്. എംഫിലിന്റെ കാര്യമൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റൂറൽ ഉന്നത വിദ്യാഭ്യാസ നാഷണൽ കൗൺസിൽ നൽകിയിട്ടുള്ള റൂറൽ സർവീസ് ഡിപ്ലോമയും ഡിഗ്രിക്ക് തുല്യമായി ഇതിലേക്ക് എന്ത് ചെയ്യും, പരിഗണിക്കും. അപ്പൊ അങ്ങനെ ആരെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഡിഗ്രിക്ക് ഈക്വലന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, കണക്കാക്കും എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നീട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ, ആ ഒരു പറയുന്നു NCERTയുടെ മൈസൂരിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ നടത്തുന്ന ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് സ്ട്രീമിലുള്ള BSc ED യോഗ്യത നേടിയവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാം, അപേക്ഷിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നീട് എഴുത്തു പരീക്ഷയുടെ കാര്യം അത് മലയാളത്തിലായിരിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ KSSR പാർട്ട് 2 റൂൾ 10A2 ഈ തസ്തികയ്ക്ക് ബാധകമായിരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഫിസിക്കൽ സയൻസിന്റെ നോട്ടിഫിക്കേഷനിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവിന് വിധേയമായിട്ടായിരിക്കും നിഷ്കർഷിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് എന്ത് വന്നിട്ടുള്ളത്, വിജ്ഞാപനം വന്നിട്ടുള്ളത്. അപ്പോൾ തയ്യാറെടുക്കാനുള്ള സമയമായി. ഏകദേശം ഒരു 6 മാസമോ 7 മാസമോ മാക്സിമമേ നമ്മുടെ മുന്നിൽ കിട്ടൂ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, പഠിക്കാൻ അത്രയും താല്പര്യമുണ്ട്, എനിക്കിത് നേടിയെടുക്കണം എന്ന ഉറപ്പോടെയാണ് എങ്കിൽ നമ്മൾ ഏറ്റവും പുതിയ ബാച്ച് പ്രെപ്സ്കെയിൽ ജനുവരി 1 ആരംഭിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ ബാച്ചുകളുണ്ട്. ഏറ്റവും പുതിയ ബാച്ച് ജനുവരി 1 ആരംഭിക്കുകയാണ്. നിങ്ങൾ ഈ ബാച്ചിൽ 31/12/2024 ഇന്നോ നാളെയോ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് 3,900 ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിക്കും. ബാച്ചിന്റെ സവിശേഷതകളും ബാച്ചിന്റെ പ്രത്യേകതകളും ബാക്കി കാര്യങ്ങളും ഒക്കെ മുൻ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിലൂടെ ഏറ്റവും വ്യക്തമായിട്ട് ഏറ്റവും നല്ല റാങ്കുകളിൽ നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി നമുക്ക് പാഴാക്കി കളയാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് പഠിച്ച് എത്രയും നല്ല റാങ്കിൽ എത്തിയിട്ട് സർക്കാർ സർവീസിലേക്ക് കയറുക എന്നതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യം. ഇനി നിങ്ങൾക്ക് ഈ കാര്യത്തിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകിൽ താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് 9061990033 ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് അയച്ചാലും മതി. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കും. ഓക്കെ, താങ്ക് യു.